ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നിർത്തിയേ? വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. നമുക്ക് കവിതയെക്കുറിച്ച് അനു ടീച്ചറോട് പറഞ്ഞാലോ? ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹർ. എനിക്ക് അവൾ സഹായിക്കുമെന്ന് തോന്നുന്നു. ആര് സഹായിക്കുമെന്ന്? അനു ടീച്ചർ. നമുക്ക് ഇനി എന്താ സംഭവിക്കാൻ നോക്കിയാലോ? ദ സ്മൈൽ. ദ സ്മൈൽ. സ്മൈൽ എന്ന് പറഞ്ഞാൽ എന്താ? പുഞ്ചിരി. നമുക്ക് വായിക്കാം. Dear children, today we have a new friend. Dear children, today we have a new friend. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ സുഹൃത്തിനെ ലഭിച്ചു. Today we have a new friend. ഇന്ന് നമുക്കൊരു പുതിയ സുഹൃത്തിനെ ലഭിച്ചു. He belongs to a place far away. She belongs to a place far away. അവൾ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണ്. Let's welcome her. Let's welcome her. വെൽക്കം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാഗതം. നമുക്ക് അവളെ സ്വാഗതം ചെയ്യാം. Let's welcome her. The headmaster introduced Kabita in the school assembly. The headmaster introduced Kabita in the school assembly. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഹെഡ്മാസ്റ്റർ കവിതയെ പരിചയപ്പെടുത്തി. He came forward dressed in the school uniform. She came forward dressed in the school uniform. അവൾ സ്കൂൾ യൂണിഫോം ധരിച്ച് മുന്നോട്ട് വന്നു. She came forward എന്ന് പറഞ്ഞാൽ അവൾ മുന്നോട്ട് വന്നു. She smiled warmly at everyone. അവൾ എല്ലാവരെയും നോക്കി ഊഷ്മളമായി പുഞ്ചിരിച്ചു. Headmaster invited Kabita's parents to the stage. Headmaster invited Kabita's parents to the stage. Headmaster കവിതയുടെ മാതാപിതാക്കളെ വേദിയിലേക്ക് ക്ഷണിച്ചു. All the children clapped. All the children clapped. കുട്ടികളെല്ലാവരും കൈയടിച്ചു. I congratulate Sasha and Naveen. I congratulate Sasha and Naveen. Congratulate എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുന്നു. ഞാൻ സഷയെയും നവീനെയും അഭിനന്ദിക്കുന്നു. They helped Kabita to join us. They helped Kabita to join us. അവർ കവിതയെ നമ്മോടൊപ്പം ചേരാൻ സഹായിച്ചു. They helped. ആരാ? സഷ ആൻഡ് നവീൻ. സഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡൈസ്. സഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡൈസ്. ഡൈസ് എന്ന് പറഞ്ഞാൽ വേദി, സ്റ്റേജ് ആണ്. അതിനാണ് പറയുന്നത് ഡൈസ്. സഷ, നവീൻ, ദയവായി വേദിയിലേക്ക് വരൂ. പ്ലീസ് കം ടു ദ ഡൈസ്. The headmaster encouraged clapping hands. The headmaster encouraged clapping hands. ഹെഡ്മാസ്റ്റർ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചു. എൻകറേജ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ആ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ അസംബ്ലിയിൽ കവിതയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പരിചയപ്പെടുത്തി. അവൾ ആ സ്കൂളിലെ യൂണിഫോം ധരിച്ച് മുന്നോട്ട് വന്നു, എല്ലാവരും നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് ആ ഹെഡ്മാസ്റ്റർ കവിതയുടെ പേരൻസിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. അത് കണ്ട് എല്ലാവരും കൈയടിച്ചു. സഷയും നവീനെയും സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. ഹെഡ്മാസ്റ്റർ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചു. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ഹെഡ്മാസ്റ്റർ ഇൻവൈറ്റ് സഷ ആൻഡ് നവീൻ ടു ദ ഡൈസ്? എന്തിനാണ് ഹെഡ്മാസ്റ്റർ സഷയും നവീനെയും വേദിയിലേക്ക് ക്ഷണിച്ചത്? എന്തിനാണ്? I congratulate Sasha and Naveen. They helped Kabita to join us. സഷയും നവീനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർ കവിതയെ ഞങ്ങളോടൊപ്പം ചേരാൻ സഹായിച്ചു. ഈ പിക്ചറിൽ കവിതയും അവളുടെ പാരൻസിനെയും കണ്ടോ? സഷയും നവീനും ബാക്കിലായിട്ടുണ്ട് അല്ലേ? കുട്ടികളെല്ലാം താഴെയുണ്ട്. നമുക്കടുത്ത പേജിലേക്ക് പോവാം. ടീയേഴ്സ് ഓഫ് ജോയ്. ടീയേഴ്സ് ഓഫ് ജോയ്. സന്തോഷത്തിന്റെ കണ്ണുനീർ. വായിക്കാം. സഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദി സ്റ്റേജ്. സഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദി സ്റ്റേജ്. സഷയും നവീനും വേദിയിലേക്ക് നീങ്ങി. ദ ഹെഡ്മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. ദ ഹെഡ്മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ്മാസ്റ്റർ അവരുമായി കൈകുലുക്കി. ഷൂക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കി. ഓക്കെ. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. All the children applauded them again.
എല്ലാ കുട്ടികളും വീണ്ടും കൈയടിച്ചു. കബിത ലുക്ക്ഡ് അറ്റ് സഷ ആൻഡ് നവീൻ. കബിത ലുക്ക്ഡ് അറ്റ് സഷ ആൻഡ് നവീൻ. കബിത സഷയും നവീനെയും നോക്കി. ഹെർ ഹൈസ് ബ്രൈറ്റ്നഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഹെർ ഹൈസ് ബ്രൈറ്റ്നഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകൾ നന്ദിയാൽ തിളങ്ങി. ബ്രൈറ്റ്നഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങി. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അനു ടീച്ചറുടെ പാട്ട് എല്ലാ മനസ്സിലും പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അനു ടീച്ചറുടെ പാട്ട് എല്ലാവരുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. The best of friends worth more than gold, give all the love a head can hold. The best of friends worth more than gold, give all the love a head can hold. The best of friends എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഉറ്റ സുഹൃത്ത്, നല്ല ഫ്രണ്ട്, നല്ലൊരു കൂട്ടുകാരൻ. വർത്ത് മോർ ദാൻ ഗോൾഡ്, അവൻക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ട്. ഗിവ് ഓൾ ദ ലവ്, എല്ലാ സ്നേഹവും നൽകുക. എ ഹേർട്ട് ക്യാൻ ഹോൾഡ്, ഒരു ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്ന. ഒരു ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നത് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. ആ സുഹൃത്തിന് ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്ന എല്ലാ സ്നേഹവും നൽകുക എന്നാണ്. അനുപമ ടീച്ചർ came forward and hugged കവിത. അനുപമ ടീച്ചർ came forward and hugged കവിത. അനുപമ ടീച്ചർ മുന്നോട്ട് വന്ന് കവിതയെ കെട്ടിപ്പിടിച്ചു. ഹഗ്ഗഡ്, കെട്ടിപ്പിടിച്ചു. The girl smiled. The girl smiled. ആ പെൺകുട്ടി പുഞ്ചിരിച്ചു. A teeny drop of tear glittered in the corner of her eyes. A teeny drop of tear glittered in the corner of her eyes. അവളുടെ കണ്ണിന്റെ കോണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ തിളങ്ങി. എന്താ എങ്ങനെ വരാൻ കാരണം എന്ത്? അനുപമ ടീച്ചർ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് അനുപമ ടീച്ചറോട് ഒരു ഇഷ്ടം തോന്നിയതായിരിക്കും. അതുകൊണ്ടാണ് അവൾ കരഞ്ഞത്. ഓക്കെ, താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് കവിത സ്മൈൽ? എന്തുകൊണ്ടാണ് കവിത പുഞ്ചിരിച്ചത്? എന്തുകൊണ്ടാ? അനുപമ ടീച്ചർ came forward and hugged കവിത. അനുപമ ടീച്ചർ മുന്നോട്ട് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അതുകൊണ്ടാണ് അവൾ ചിരിച്ചത്, അല്ലേ? നെക്സ്റ്റ് പേജ് നോക്കാം. വേൾഡ് ഓഫ് വേർഡ്സ്. വേൾഡ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ലോകം എന്നാണ്. നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചില്ലേ? അതിൻ്റെ വിശദീകരണമാണ് ഇത്. ഇത് നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ്. ഈ കവിത വായിച്ച് പറയാം എന്നാണ്. അവരെല്ലാവരും കളിക്കുന്നുണ്ട് അല്ലേ? അവരെല്ലാവരും കൂട്ടുകാരാണ്. അവരൊരുമിച്ച് കളിക്കുന്നുണ്ട്. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, നമുക്ക് സുഹൃത്തുക്കളാകാം. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗെദർ, ഹാവിങ് ഫൺ ഓൾ ടുഗെദർ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗെദർ, ഹാവിങ് ഫൺ ഓൾ ടുഗെദർ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളാകാം. ലെറ്റ്സ് പ്ലേ ടുഗെദർ, ഒരുമിച്ച് കളിക്കാം. ഹാവിങ് ഫൺ ഓൾ ടുഗെദർ, എല്ലാവരും ഒരുമിച്ച് ആസ്വദിക്കാം. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗെദർ, നമുക്ക് സുഹൃത്തുക്കളാകാം, ഒരുമിച്ച് കളിക്കാം. ഹാവിങ് ഫൺ ഓൾ ടുഗെദർ, എല്ലാവരും ഒരുമിച്ച് ആസ്വദിക്കാം. യു ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. യു ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. നിങ്ങളുടെ ഊഴം പിന്നെ എൻ്റെ ഊഴം, നമുക്ക് പങ്കുവെക്കാം, നന്ദി പറയാം എന്നാണ്. യു ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. യു ടേൺ ദെൻ മൈ ടേൺ, ഷെയറിംഗ് ഈസ് കെയറിംഗ്, ദാറ്റ്സ് വാട്ട് വി ഡു. നിങ്ങളുടെ ഊഴം എൻ്റെ ഊഴം, പങ്കിടൽ കരുതലാണ്. ഷെയറിംഗ് ഈസ് കെയറിംഗ്, പങ്കിടൽ കരുതലാണ്. ദാറ്റ്സ് വാട്ട് വി ഡു. ദാറ്റ്സ് വാട്ട് വി ഡു, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കളിക്കാനും ആസ്വദിക്കാനും പിന്നെ എന്തെങ്കിലും പരസ്പരം പങ്കുവെക്കാനും അതിനൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കും ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ? നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവാം, നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവാം. അതിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? വാട്ട് ആർ ദി ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്?
നിങ്ങളുടെ കൂട്ടുകാരൊത്ത് നിങ്ങൾ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് നിങ്ങൾ എന്ത് കളിയാണ് കളിക്കാറ്? ക്രിക്കറ്റോ ഫുട്ബോളോ ഷട്ടിലോ അങ്ങനെയൊക്കെ കളിക്കുമോ? ഇനി വരാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കൂടുതൽ ഉള്ളതിനാൽ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.